എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. പരിശുദ്ധ അമ്മയെ നോക്കിക്കണ്ട് അമ്മേ മാതാവി എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അമ്മയുടെ സ്നേഹവാത്സല്യമോറുന്ന മിഴികളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൃപകളിലേക്ക് നയിക്കപ്പെടും, ഉറപ്പാ. ഒരമ്മയുടെ മാറിൽ ശാന്തമായി ഉറങ്ങുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ ഹൃദയമെടുപ്പുകൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കുവാൻ. അമ്മ മാതാവേ, അസ്വസ്ഥമായിരിക്കുന്ന എൻ്റെ ജീവിതത്തെ, സങ്കടങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലുമായിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അമ്മയുടെ സ്നേഹത്താൽ അമ്മയൊന്ന് തലോടണമേ. ഈശോയുടെ പക്കലേക്ക് എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളെയും ചേർത്ത് വയ്ക്കണമേ. ഈ വിമല സങ്കേതം ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ എല്ലാ തിന്മയുടെ അരൂപികളിൽ നിന്നും മാറി നിൽക്കുവാൻ, ദൂരം പാലിക്കുവാൻ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയെ പൊതിയണമേ, കാത്ത് സംരക്ഷിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്കിന്നിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 തിരുവചനങ്ങൾ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിച്ചു. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരെയും ഇന്നിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഐക്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-2 പേര് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നെ വിളിക്കുകയുണ്ടായി. അച്ഛാ, വലിയ സന്തോഷമാണ്, കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. പ്രത്യേകമായി ശാലോം കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി. കാരണം ഇത് ലോകമെമ്പാടുമുള്ള ഒത്തിരി മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു ദൈവാനുഗ്രഹത്തിന് ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ പിതാക്കന്മാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒത്തിരി പേർക്ക് വലിയൊരു സംരക്ഷണം, ലോകത്തിൻ്റെ അനേകം ഭാഗങ്ങളിലുള്ളവർക്ക് വലിയൊരു കൃപയായിട്ടിത് മാറുന്നുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ശാലോം കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ
ഒത്തിരി ദൈവകൃപകൾ നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് വചന ചിന്തയിലേക്ക് കടന്നു വരാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 തിരുവചനങ്ങൾ. നമുക്ക് സുപരിചിതമായ വചനം ഒന്ന് പറയാം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു വചനം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യോസേപ്പിതാവിനോട് ചേർന്ന് അവർക്ക് വിധേയപ്പെട്ട് ഈശോ ജീവിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ വാത്സല്യമുള്ള സ്നേഹത്തിലൂടെ പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തി എന്നൊക്കെ നമ്മൾ ഒത്തിരി പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകും, ധ്യാനിച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും നമ്മൾ ധ്യാന വിഷയമാക്കുന്ന ഒരു ചിന്ത ഇതാണ്: ദൈവം ആഗ്രഹിക്കുന്ന ഒരിടത്തിൽ നീ നിൽക്കുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം ഒരുക്കുന്ന ഇടത്തിൽ നീ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ നയിക്കുമ്പോൾ വലിയ ദൈവകൃപയ്ക്ക്, ദൈവാനുഗ്രഹത്തിനത് കാരണമായി തീരും. ഈശോ പോലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവം ഒരുക്കിയ ഇടത്തിൽ 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ ജീവിച്ചു. മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. പ്രിയമുള്ളവരെ, ഓർക്കണം, ദൈവം ഒരുക്കുന്ന ഇടമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടമാണ്. മറക്കാതെ, ദൈവം ഒരുക്കുന്ന ഇടം എൻ്റെ ജീവിതത്തിൻ്റെ കൃപയുടെ ഇടമാണ്, അനുഗ്രഹത്തിൻ്റെ ഇടമാണ്. ദൈവം ഒരുക്കുന്ന പദ്ധതി എൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ പദ്ധതിയാണ്. ദൈവിക പദ്ധതിയിൽ നിന്ന് മാറി ദൈവം ഒരുക്കുന്ന ഇടത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമ്പോൾ, ദൈവഹിതത്തിന് എതിരായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ ഓർക്കണം, അതെൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിനും ദൈവാനുഗ്രഹത്തിനും തടസ്സമാകും, ഒത്തിരി പതനങ്ങൾക്ക് കാരണമായി തീരും. പഴയ നിയമഗ്രന്ഥത്തിൽ യോന പ്രവാചകൻ്റെ ഒരു ജീവിതം നമുക്കേവർക്കും അറിയാവുന്ന ജീവിതമാണ്. ദൈവം ഇതാ നിനവേ നഗരത്തിലേക്ക് പോകുവാനും ആ ദേശത്തിലെ മനുഷ്യരോട് അനുതാപത്തിൻ്റെ ദൈവവചനം പങ്കുവയ്ക്കുവാനുമായി യോനയെ ഉത്തരവാദിത്വം പരമേൽപ്പിക്കുമ്പോൾ യോന ഇപ്രകാരം ചിന്തിക്കുന്നു: ആ ദേശത്തെ വാസികൾ ഞാൻ പറയുന്നത് കേൾക്കില്ല, അവരെന്നെ അംഗീകരിക്കുകയില്ല, അതിനാൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. പ്രിയമുള്ളവരെ, വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, യോനയെ ദൈവം നിനവേ നഗരത്തിലേക്ക് അയച്ചപ്പോൾ യോന ദൈവ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ ദേശത്തിന് എതിരായിട്ട്, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. യോന ജോപ്പയിൽ നിന്നും താർഷിഷിലേക്ക് കപ്പൽ കയറിയെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കി അയച്ചവൻ ദൈവഹിതത്തിൽ നിന്നും മാറിയപ്പോൾ തുടർന്ന് സംഭവിച്ചത് നമുക്കറിയാം. ഇതാ, അവനായിരുന്ന കപ്പൽ വലിയ അപകടത്തിൽപ്പെടുന്നു. യോനയെ കപ്പലിൽ നിന്നും ഇതാ കടലിലേക്ക് എറിയുന്നു, തിമിംഗലം ഭക്ഷിക്കുന്നു. അവസാനം യോനയെ നിനവേ നഗരത്തിൻ്റെ തീരത്ത് കൊണ്ട് ഛർദ്ദിക്കുന്നു. ഇതാ യോന തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓർക്കണം കേട്ടോ, ദൈവം നിൻ്റെ ജീവിതത്തെ ഇന്നയിടത്ത് നിൽക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ ക്രമീകരിക്കുമ്പോൾ, നീ അതിന് തടസ്സം നിൽക്കുമ്പോൾ, ഞാനും നിങ്ങളും അതിന് തടസ്സം നിൽക്കുമ്പോൾ, കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അസ്വസ്ഥതകൾക്ക് അത് കാരണമായി തീരും. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഭരമേൽക്കാതെ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഫലം ചൂടില്ല എന്നൊരു അവസ്ഥ സംജാതമാകും. പ്രിയമുള്ളവരെ, ദൈവം നമുക്കായി ഒരുക്കുന്ന ഇടങ്ങൾ, ഈശോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ചതുപോലെ ദൈവം നമുക്കായി ഒരുക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കൂട്ടായി പരിശുദ്ധ അമ്മയുണ്ട്. അമ്മയോട് ചേർന്നങ്ങ് നിൽക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരും. പ്രിയമുള്ളവരെ, അതിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ തിന്മയുടെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരിക്കൽ പോട്ടാശ്രമത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് വന്ന ഒരു സഹോദരൻ പങ്കുവച്ച അനുഭവം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഡയറക്ടർ അച്ഛൻ ഇപ്രകാരം പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. ധ്യാനത്തിൽ കടന്നു വന്ന ഒരു സഹോദരൻ
നമുക്ക് ഉപസാരമൊക്കെ കഴിഞ്ഞ് അച്ഛനെ കാണാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. വലിയ സങ്കടത്തോടെ നിരാശയോടെയാണ് ആ സഹോദരൻ കടന്നു വന്നത്. ഒരു 10-30 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കൊച്ച് യുവാവ്. പ്രിയമുള്ളവരെ, അവനവൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അച്ഛനോട് ഇങ്ങനെ പങ്കുവെച്ച് വെച്ചാൽ, ഇന്നയിടത്താണ് എൻ്റെ വീട്, അപ്പനും അമ്മയും 3 സഹോദരങ്ങൾ, ഇളയ സഹോദരങ്ങൾ താഴെയുണ്ട്, ഇവൻ വീട്ടിലെ മൂത്ത കുഞ്ഞ. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്തിരുന്ന മകൻ. നന്നായി പഠിച്ചിരുന്നു. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഇവന് ജോലി കിട്ടി. ഇവന് കുടുംബം വലിയ സന്തോഷത്തോടെയൊക്കെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ജോലി കിട്ടിയിട്ട് ഇവൻ കേരളത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് ജോലിക്കായിട്ട് പോയി. ജോലിയിടങ്ങളിൽ ചെന്നപ്പോൾ അവിടെയുള്ള കൂട്ടുകെട്ടുകളും പല കാര്യങ്ങളും അവനെ തെറ്റായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അവൻ ജീവിതത്തിൻ്റെ നന്മയിൽ നിന്നും അറിയാതെ ആ തിന്മയുടെ ബന്ധനങ്ങളിലേക്ക് വീണുപോയി. പ്രിയമുള്ളവരെ, ഇപ്പോൾ അവൻ കടന്നു വരാനുള്ളതിൻ്റെ കാരണം, അവനൊരു പനി വന്നു. അതിങ്ങനെ കൂടി വന്നു. അവൻ്റെ ആശുപത്രിയിൽ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവൻ്റെ ജീവിതത്തിൽ അവനിതാ എയ്ഡ്സ് എന്ന രോഗത്തിന് അടിമയായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ്. ഈ വലിയ സങ്കടം പേറിക്കൊണ്ടാണ് അവൻ ധ്യാനത്തിനായിട്ട് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇവൻ പറഞ്ഞാൽ ഞാൻ ജോലിയിൽ നിന്നും അവധിയെടുത്ത് വീട്ടിൽ വന്നു. വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനം കൂടാൻ പോകണം, പോട്ടയിലൊരു ധ്യാനത്തിന് പോകണം. അത് കേട്ടപ്പോൾ അവർക്ക് അതിലേറെ ആനന്ദവും ആശ്വാസവും. കാരണം ഇതാ മകൻ നന്നായി പഠിച്ചിരുന്നവൻ, അവൻ ജോലി കിട്ടി, ഇത് അവധിക്ക് വന്നപ്പോൾ ഇതാ പോട്ടയിലെ ധ്യാനത്തിന് പോകുന്നു. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്നെ പ്രതീക്ഷയോടെയാണ് വീട്ടിൽ കാത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് വലിയ സങ്കടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. ദൈവം എനിക്കായി വലിയ പദ്ധതികൾ ഒരുക്കി, വലിയ കൃപകളും അനുഗ്രഹങ്ങളും തന്നപ്പോൾ ദൈവം ഒരുക്കിയ ഇടത്തിൽ നിന്നും ഞാൻ മാറി നിന്നു. ദൈവം ഒരുക്കിയ സ്നേഹത്തിൻ്റെ, നന്മയുടെ, സംരക്ഷണത്തിൻ്റെ കൂട്ടിൽ നിന്നും ഞാൻ മാറി തിന്മയുടെ വഴിയെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നിതാ മറ്റാരോടും പറയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേദനയിലൂടെ, സങ്കടത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കുഞ്ഞിൻ്റെ രോഗം ഇതാണ്. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം നമുക്കറിയാം. അതെത്രത്തോളം ശരീരത്തെ, ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുമെന്നും അറിയാം. സങ്കടത്തോടെ ഇവൻ പറയുമ്പോൾ നാം ഇന്ന് ശ്രവിച്ച ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമൊരുക്കിയ ഇടങ്ങളിൽ നിന്ന്, ദൈവമൊരുക്കിയ പദ്ധതികളിൽ നിന്ന് നീ മാറി നിൽക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ വലിയ പതനത്തിന് കാരണമാകും, വലിയ വേദനയ്ക്ക് കാരണമാകും. ബൈബിളിൽ നാം വായിക്കുന്നുണ്ട് ദാവീദിൻ്റെ ജീവിതം. ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് പറഞ്ഞ ഏതാനും ചില വ്യക്തികളിൽ ഒരുവൻ മാത്രമാണ് ദാവീദ്. കേവലം ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം ഇതാ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഏറ്റവും സമുന്നതനായ രാജാവായിട്ട് ഉയർത്തുമ്പോൾ ദൈവം പറയുന്ന, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദാവീദ് മാറി നിൽക്കുന്നു. അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദാവീദ് മാറി നിന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവം നമ്മളേവരും വചനത്തിൽ വായിക്കുന്നതാ. ഇതാ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് യുദ്ധത്തിന് പോയില്ല. ദൈവമൊരുക്കിയ പദ്ധതിയിൽ നിന്ന് ദാവീദ് മാറി നിന്നു. ദൈവമൊരുക്കിയ പദ്ധതിയിൽ നിന്ന് മാറി നിന്നപ്പോൾ അവനിതാ മട്ടുപ്പാവിലായിരിക്കുമ്പോൾ അവൻ്റെ സേവകനായിരിക്കുന്ന ഊറിയായുടെ ഭാര്യ അവളെ കാണുകയാണ്. പാപത്തിലേക്ക് അവൻ വീഴുകയാണ്. ദൈവമൊരുക്കിയ പദ്ധതിയിൽ നിന്ന്, ദൈവമൊരുക്കിയ ഇടങ്ങളിൽ നിന്ന്, ദൈവഹിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മാറി നിൽക്കുമ്പോൾ തിന്മയുടെ ബന്ധനം കടന്നു വരുന്ന വഴികളാണിത്. അവനിതാ അവളുമായി ബന്ധപ്പെടുന്നു, പാപത്തിലേർപ്പെടുന്നു. ആ പാപം അവനെ വ്യഭിചാരത്തിലേക്ക്, അതവനെ കൊലപാതകത്തിലേക്ക്, മറ്റു പാപങ്ങളിലേക്ക് നയിക്കുകയാണ്. അതിൻ്റെ മൂലകാരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം ഒരുക്കിയ ഇടങ്ങളിൽ നിന്ന്, ദൈവ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ കാരണമെന്ന് നാം കാണുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. നമ്മുടെ കുടുംബമുണ്ട്, പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, സഭയുണ്ട്, സഭയുടെ ആത്മീയ ശുശ്രൂഷകളുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഒരുക്കുന്ന ഈ സുരക്ഷയുടെ സംവിധാനങ്ങളോട് ഞാൻ ചേർന്നു നിൽക്കുമ്പോഴാണ് എന്നിൽ
ദൈവകൃപയുണ്ടാകുന്നത്. അതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, തിന്മയുടെ ബന്ധനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പഴയ നിയമഗ്രന്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, ഇതാ സാംസന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അവൻ്റെ അമ്മയ്ക്ക് ലഭിക്കുന്നതാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെക്കുറിച്ചുള്ള അരുളപ്പാടാണ്. തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഒരു ഫിലിസ്ത്യ യുവതിയെ അവൻ വിവാഹം ചെയ്യുന്നു. അവൻ്റെ ശക്തിയുടെ രഹസ്യം എന്തെന്ന് ഫിലിസ്ത്യർക്ക് ചോർത്തി കൊടുക്കുവാനായിട്ട് അവൾ പല പ്രാവശ്യവും ശ്രമിക്കുന്നുണ്ട്. അവസാനം അവനിൽ നിന്നും അവൾ ആ രഹസ്യം അറിയുന്നു. അവൻ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് അവൻ്റെ മുടി അവൾ മുറിച്ചു മാറ്റുന്നു. ഇതാ ഫിലിസ്ത്യ സേന അവനെ ബന്ധിക്കുകയാണ്. അവൻ എഴുന്നേൽക്കുമ്പോൾ അവന് ശക്തിയില്ല, അവന് കരുത്തില്ല. പ്രിയമുള്ളവരെ, ഓർക്കണം, ദൈവം നിൻ്റെ ജീവിതത്തിൽ അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ, ദൈവം നിൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതം അഭിഷേകപൂരിതമാവുകയില്ല, കൃപ നിറഞ്ഞതാവുകയില്ല. അനുഗ്രഹം ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നിനക്കൊരിക്കലും സാധിക്കുകയില്ല. പടാശ്രമത്തിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ഒരപ്പനും അമ്മയും അവരുടെ മകളെയും കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന +2 വരെ മിടുക്കിയായി പഠിച്ചിരുന്ന ഒരു മകള്, പ്രിയമുള്ളവരെ, തുടർന്നുള്ള പഠനത്തിൻ്റെ ഇടയിൽ ഒരു തെറ്റായ ബന്ധത്തിൽ അവൾ ഏർപ്പെടുന്നു. ആ തെറ്റായ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവളുടെ പഠന മേഖലയിൽ വലിയ അസ്വസ്ഥതകൾ, നന്നായിട്ട് പഠിക്കാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. ഉന്നതമായ വിജയം കൈവരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കൾക്ക് പരാജയപ്പെട്ട പേപ്പറുമായി കടന്നു വരുന്ന മകളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ തെറ്റായ ബന്ധം തുടർന്ന് മോശമായ കൂട്ടുകെട്ടുകളിലേക്ക് ഇവൾ വീണു പോവുകയാണ്. ഇവൻ്റെ കൂടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പതനങ്ങൾ സംഭവിച്ച് അവസാനം ഇതാ ആത്മഹത്യ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട് നിരാശയോടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന ഒരു കുഞ്ഞ്. എൻ്റെ സ്നേഹമുള്ള മക്കളെ, ദൈവം മാതാപിതാക്കളിലൂടെ പറയുന്ന കാര്യങ്ങൾ, അത് പറയുന്ന ഇടങ്ങളിൽ പറയുന്നത് പോലെ അനുവർത്തിച്ചാൽ, നീ അനുസരിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. തമ്പുരാൻ്റെ വചനം അത്. അനുസരിച്ചാൽ നീ ദൈവമഹത്വം. പക്ഷേ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവം ഒരുക്കുന്ന സുരക്ഷയുടെ സംവിധാനങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ വലിയ തിന്മയ്ക്ക് കാരണമാകും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പതനത്തിന് വരെ അത് കാരണമായി തീരുമെന്നതിൽ സംശയമില്ല. ദൈവം ഒരുക്കുന്ന വഴികളിൽ നിന്ന് നീ മാറി നിൽക്കുമ്പോൾ വലിയ അപകടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് അത് കാരണമായി തീരും. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അറിയുന്നൊരു കുടുംബം, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ +2 പഠനം കഴിഞ്ഞു. അവധിയുടെ നേരത്തെ മാതാപിതാക്കൾ, അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന മാതാപിതാക്കൾ വീട്ടിലിരുന്നാൽ കൂട്ടുകാരുടെ കൂടെ കൂടും. അവൻ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബൈക്കൊക്കെ ഓടിക്കാനായിട്ട് ഭയങ്കര ക്രൈസാണ്. അപ്പോൾ വീട്ടിലിരുന്നാൽ അവൻ അങ്ങനെ കൂടും. അപ്പം ഇങ്ങനെ ഓർത്തുകൊണ്ട് മാതാപിതാക്കൾ അവനെ വീട്ടിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്ത് 2 മാസത്തെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് വിടുക. അവിടെ അടുത്ത് കോഴ്സില്ലാഞ്ഞിട്ടല്ല, വീട്ടിൽ നിന്നും ഒത്തിരി ദൂരെയുള്ളൊരു സ്ഥലത്ത് വിടുന്നു. അവൻ വീട്ടിലേക്ക് അസുഖമായിട്ട് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, തിരിച്ചു പോകുന്നതിനിടയിൽ ഇതാ കൂട്ടുകാരോട് ചേർന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ്, ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഒത്തിരി ദൂരമൊന്നും ഓടിക്കാനായിട്ട് അവന് പറ്റിയില്ല. പോകുന്നതിനിടയിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിച്ചു. ഈ കുഞ്ഞ് സ്പോട്ട് ഡെഡാണ്. കുഞ്ഞിൻ്റെ പുറകിലുണ്ടായിരുന്ന ഇവൻ്റെ ഒരു കൂട്ടുകാരനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ആ കുഞ്ഞ് മരിച്ചു. 2 മക്കളും മരിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭവനത്തിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഈ മരണവാർത്തയറിഞ്ഞ് സങ്കടത്തോടെ ആയിരിക്കുന്ന അപ്പനും അമ്മയും ഇപ്പോൾ പോലും അതിൽ നിന്നും പൂർണ്ണമായി അവർ വിമോചിതരായിട്ടില്ല. ദൈവമൊരുക്കുന്ന ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ, ദൈവമൊരുക്കുന്ന ഇടങ്ങൾ, തമ്പുരാൻ നിനക്കായി ഒരുക്കുന്ന പദ്ധതികൾ, അത് മാതാപിതാക്കളിലൂടെ, നിൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ, നിൻ്റെ അധ്യാപകരിലൂടെ, മുതിർന്നവരിലൂടെ ദൈവം നിനക്കായിട്ട് ഒരുക്കി തരുമ്പോൾ
ആത്മീയ ശുശ്രൂഷകളിലൂടെ ദൈവം നിനക്കായിട്ട് ഒരുക്കി തരുമ്പോൾ അതിൽ നിന്നും നീ മറുതലിക്കുമ്പോൾ ഓർക്കണം, ദൈവകൃപ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് തടസ്സമാണ് അതെന്ന്. ദൈവമൊരുക്കുന്ന ഇടം അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റണം. ഇത് പരിശുദ്ധ അമ്മയും യോസപിതാവും ദേവാലയത്തിൽ നിന്ന് ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചുവെന്നാണ് നാം ഇന്ന് ധ്യാനിച്ച വചനഭാഗം. പ്രിയമുള്ളവരെ, ഈശോ പരിശുദ്ധ അമ്മയോടും യോസപിതാവിനോടും ചേർന്ന് നിൽക്കണമെന്ന ദൈവഹിതം അതനുവർത്തിച്ചപ്പോൾ 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ മാതാവിൻ്റെ ശിക്ഷണത്തിൽ, പരിശുദ്ധ അമ്മയുടെ ശിക്ഷണത്തിൽ ജീവിച്ച ഈശോ ലോകത്തിന് മുഴുവൻ രക്ഷകനായി മാറുന്ന അനുഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ദൈവം അബ്രഹത്തോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. ഉൽപ്പത്തിയുടെ 12:2 ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ ജനതയിലൂടെ നിന്നിലൂടെ അനേകർ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായിട്ട് തീരും. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞപ്പോൾ ദൈവം അബ്രഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ദേശത്തെ നീ ഉപേക്ഷിക്കും. ദൈവീക പദ്ധതിയിലേക്ക് നീ ചേർന്ന് നിൽക്കുവാൻ ദൈവം പറയുന്ന കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. ഈ ഒരു ശുശ്രൂഷയിലൂടെ, ഈ ദിനങ്ങളിലൂടെ തമ്പുരാൻ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ, നീ ഒരു കുടുംബനാഥനാണ്, ഒരു കുടുംബനാഥയാണ്, ഞാനൊരു പുരോഹിതനാണ്. ഞാൻ ആയിരിക്കുന്ന ഇടം, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടമാണ് ദൈവം നമുക്കായി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്. നല്ലൊരു കുടുംബനാഥനായിരിക്കുക, നല്ലൊരു കുടുംബനാഥ. അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മക്കൾ, ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് പഠിക്കാനായിരിക്കും, ചെയ്യുന്ന ജോലികൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കിയ സംവിധാനം എൻ്റെ ജീവിതത്തിൻ്റെ കൃപയാണത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. എൻ്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ദൈവവിളിയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളും. അത് ഏറ്റവും കൃപയിൽ, ഏറ്റവും അഭിഷേകത്തിൽ, ഏറ്റവും തീഷ്ണതയോടെ ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുമ്പോൾ, ഞാനൊരു നല്ല പുരോഹിതനായി ജീവിക്കുമ്പോൾ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നല്ലൊരു ഭർത്താവായി ജീവിക്കുമ്പോൾ, നല്ലൊരു ഭാര്യയായി ജീവിക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട നല്ലൊരു മകനായി മകളായി ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എന്നെ ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും തീഷ്ണതയോടെ നിർവഹിക്കുവാൻ, അതായത് ദൈവം ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ദൈവാനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ഈ നിമിഷത്തിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് ദൈവം എന്നെ ചേർത്ത് നിർത്തുന്നതെങ്കിൽ, ഞാൻ അതിൽ നിന്നും മറുതലിക്കുമ്പോൾ അവിടെ ഞാൻ അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു മകനെന്ന മകളെന്ന നിലയിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കാതെ വരുമ്പോൾ ആ കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകും, വഴക്കുകൾക്ക് കാരണമാകും, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിതം അത് ദൈവം നൽകിയ കൃപയാണ്, അനുഗ്രഹമാണ്. ആയിരിക്കുന്ന ഇടത്തിൽ അത് ദൈവമൊരുക്കിയ സ്ഥലമാണ്. ആയിരിക്കുന്ന സമയം, ഈ സമയം ഞാൻ അനുഗ്രഹമായിട്ട് മാറണം. അതേപ്രകാരം ദൈവം എന്നെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും തീഷ്ണതയോടെ നിർവഹിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാനൊരു കാരണമായി തീരും. ദൈവം ഇന്ന് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്മ എന്താണോ അത് തിരിച്ചറിയുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുവാൻ, ഞാനൊരു അഭിഷേകമായിട്ട് മാറുവാൻ, അതിന് തടസ്സം നിൽക്കുന്നതെല്ലാം മാറ്റിവെച്ച് മുന്നേറുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവമൊരുക്കിയ ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നിലുണ്ടെങ്കിൽ, ദൈവമേ അതിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. നീ ഒരുക്കിയ ഇടങ്ങളിൽ, നീ ഒരുക്കിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ നിർവഹിക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകണമേ, അഭിഷേകം നൽകണം. ഇന്നത്തെ നിയോഗമായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികർക്കുമാണ്. ദൈവം വിളിച്ചനുഗ്രഹിച്ച ആ ദൈവവിളിയിൽ ഏറ്റവും തീഷ്ണതയോടെ എല്ലാ വൈദികരും മുന്നേറുവാൻ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ, ഓരോ ശുശ്രൂഷകളും തീഷ്ണതയോടെ ദൈവകൃപയിലേക്ക് ദൈവജനത്തെ ചേർത്ത് വയ്ക്കുന്നതായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ,
അവരെ അനുഗ്രഹിക്കണം. എല്ലാ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയായിട്ട് നമ്മുടെ ജപമാലയിലെ ഒരു ദിവ്യരഹസ്യം 10 നന്മ നിറഞ്ഞ മറിയം എല്ലാ വൈദികർക്കും വേണ്ടി നമ്മൾ സമർപ്പിച്ച് കാഴ്ചവെക്കുകയാണ് ഈ ഒരു നിയോഗത്തിന് വേണ്ടി. ഒരു പ്രാർത്ഥനയോടെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്നുള്ള ആ വലിയൊരു ദാഹത്തോടെ തമ്പുരാൻ്റെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു മാറാകെ. ആരാധിക്കുന്നു ദൈവമേ, കരുണയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, കരുണയാം ദിവ്യ സ്നേഹമേ. ആരാധിച്ചുകൊണ്ട് ആരാധിക്കുന്നു ദൈവമേ, സൗഖ്യമാം ദിവ്യ സ്നേഹമേ. പ്രാർത്ഥനയോടെ ഈശോയെ നോക്കി. ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. ആരാധിക്കുന്നു ദൈവമേ, സൗഖ്യമാം ദിവ്യ സ്നേഹമേ. മനസ്സിന് സൗഖ്യം നൽകണമേ പ്രാർത്ഥിച്ചുകൊണ്ട്. ദിവ്യ സ്നേഹം ഒരിക്കൽ കൂടി. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. ഈശോയെ നോക്കി ആരാധിച്ച് ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടിക്കൊണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ആരാധന പരിശുദ്ധനെ ആരാധന പിതാവേ ആരാധന ത്രിയേക ദൈവമേ ആരാധന. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് നോക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി നീ കടന്നു വരണമേ. ദൈവമേ, നീ എന്നെ ചേർത്ത് വെച്ച ഇടങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിൽക്കുവാനായി നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും ഈശോയുടെ സന്നിധിയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. എൻ്റെ ജീവിതം കൃപ നിറഞ്ഞതാകും, അഭിഷേകമുള്ളതാകും. എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരുടെ കൂടെ നീ ചേർന്നപ്പോൾ അവരുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞതായി. നാഥ, വരയണമേ. എൻ്റെ ഉള്ളിൽ ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലകളിൽ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുവാൻ നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകണമേ. നാഥ, വരയണമേ. എന്നിൽ നിറയണമേ. എൻ്റെ ജീവിത മേഖലകളിൽ എന്നെ കൈപിടിച്ച് നടത്തണമേ. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈ വരികൾ നാഥ വരയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് പാടിക്കേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവെ നീ കൂടെയുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഇടങ്ങളിലേക്ക് മാത്രമേ ഞാൻ യാത്ര ചെയ്യുകയുള്ളൂ. നീ എനിക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തീകരിക്കും. നീ എന്നെ ഭരമേൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റവും അഭിഷേകത്തോടെ നിർവഹിക്കും. അതിനായി എൻ്റെ ഒപ്പം ഉണ്ടാകണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണുകൾ അടച്ച് ഈശോയെ നമ്മുടെ ആയിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്വരം ഉയർത്തി ഒന്ന് പാടിക്കേ. നാഥ വരയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. കണ്ണുകൾ തുറന്ന് ഈശോയെ ഒന്ന് നോക്കാം. നമ്മുടെ കുടുംബത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഓരോരുത്തരെയും ഈശോ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. കുടുംബനാഥനുണ്ട്, കുടുംബനാഥയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. ഇത് സമർപ്പണ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഏത് ജീവിത അന്തസ്സിലാണോ ദൈവം നമുക്കായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ നിർവഹിക്കുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ നാഥ നീ കടന്നു വരണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഇരുകരങ്ങളും ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് നമുക്ക് പാടാം. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നോക്കിയൊന്ന് പാടിക്കുന്നേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. എല്ലാവരും നാഥ വരയണമേ, എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ. കണ്ണുകളെ സ്വന്തമായി നമുക്ക് നടക്കാം. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഈ ഈരടികൾ സ്വന്തമായി നമുക്കൊന്ന് കേട്ടാൽ മാത്രം മതി. പാടുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയായിട്ട് സ്വടസന്നിധിയിലേക്ക് നാഥ വരയണമേ, എന്നിൽ നിറയണമേ. നാഥ വരയണമേ, എന്നിൽ നിറയണമേ.
എന്നിൽ നിറയണമേ. ആഗ്രഹത്തോടെ നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. എൻ്റെ പൊന്നു തമ്പുരാനെ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. ശാന്തമായി സ്വയം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അതാ നീ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിക്കും. തെറ്റിൻ്റെ പാതകളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കും. പ്രാർത്ഥനയോടെ സ്വയം എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഏറ്റവും സ്വസ്ഥമായി നാമായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്നിരിക്കാം. വചനത്തിലൂടെ നാം ഇന്ന് കേൾക്കുകയുണ്ടായി, യോനാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിനവേ നഗരത്തിൽ മനസാന്തരത്തിൻ്റെ ദൈവവചനവുമായിട്ട് കടന്നു ചെല്ലുവാൻ. അതിനെതിരായിട്ട് പോയപ്പോൾ അസ്വസ്ഥതകളായിരുന്നു. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ചെയ്തപ്പോൾ, അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നപ്പോൾ അവൻ്റെ ജീവിതം വലിയ പാപത്തിലേക്ക് വീണു പോകുന്നത് കണ്ടു. സാംസനോട് ദൈവം പറഞ്ഞു നാസീർ വ്രതക്കാരനായിരിക്കണമെന്ന്. അവനത് ലംഘിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെടുന്നത് നാം കാണുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിത മേഖലകളെ, ദൈവം നൽകിയ ജീവിത അന്തസ്സ്, ദൈവം എനിക്കായി ഈ നിമിഷം ഈ സമയം ഒരുക്കിയിരിക്കുന്ന ഇടത്തിൽ ഞാൻ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ മുന്നേറണമെങ്കിൽ അതിനെനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകണം. ആത്മീയ ചൈതന്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുവാനും ദൈവഹിതത്തോട് ചേർന്നു നിൽക്കുവാനും അങ്ങനെ പാപബന്ധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നത്. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ അഭിഷേകമുള്ള ദൈവ സാന്നിധ്യമായിട്ട് ഞങ്ങൾ മാറുവാൻ, മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകാതെ അങ്ങ് ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ നിർവഹിക്കുവാൻ പൊന്നു തമ്പുരാനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും നമ്മുടെ മനസ്സിലൊന്ന് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ അയച്ചു തരുന്നുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പൊതുവായ നിയോഗം എല്ലാ വൈദികർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചോ, കരങ്ങൾ കുപ്പിപ്പിടിച്ചോ. നിങ്ങളുടെ ഇടവക വൈദികർ, നിങ്ങളുമായിട്ട് പരിചയത്തിലുള്ള വൈദികർ, ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ചോ. രൂപതകളിൽ മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിച്ചോ. ഓരോ വൈദികരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ ഉപകരണമായി തീരുവാൻ, സ്നേഹത്തിൻ്റെ ഉപകരണമായി തീരുവാൻ, നന്മയുടെ ഉപകരണമായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ. അപ്പം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഷോഡസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചോ. പ്രത്യേകിച്ച് ഇന്നത്തെ ജപമാലയുടെ ഒരു ദിവ്യരഹസ്യം നമ്മൾ വൈദികർക്ക് വേണ്ടി നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്നു. നമ്മളോട് പ്രാർത്ഥന ചോദിച്ച ഒത്തിരി നിയോഗങ്ങളുണ്ട്. ഏതാനും നിയോഗങ്ങൾ കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായിട്ട് വിവാഹ തടസ്സം മാറുവാൻ, ജോലി തടസ്സം മാറി, വിവാഹ തടസ്സം മാറി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ഒരു സഹോദരൻ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. സഹോദരനെ സമർപ്പിക്കുന്നു. അപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ യുവജനങ്ങളെയും നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ വിവാഹ തടസ്സം നേരിടുന്നവരുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ജോലി തടസ്സം നേരിടുന്നവരുണ്ടെങ്കിൽ അവരൊരു നിമിഷം ഓർക്കാം, സമർപ്പിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊരു കുടുംബത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി സഹോദരൻ അയച്ചിരിക്കുന്ന നിയോഗമാണ്. അവരുടെ കുടുംബത്തിൻ്റെ മാനസാന്തരം, തിന്മയുടെ വഴികളിൽ, പാപത്തിൻ്റെ വഴികളിലായിരിക്കുന്ന എല്ലാ മക്കൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള വലിയൊരു കൃപയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുകെയിലുള്ള ഒരു കുഞ്ഞിൻ്റെ വിസയുടെ മുന്നോട്ടുള്ള
അവരുടെ താമസത്തിന് വേണ്ടി വിസയുടെ തടസ്സങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ഈ നിയോഗത്തോട് ചേർത്ത് വിസ തടസ്സം, അതിനുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ, ജോലി സംബന്ധമായ അസ്വസ്ഥതകളുള്ളവരെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഒത്തിരി കടബാധ്യതയുള്ള, ഏതാണ്ട് ഒരു 2 കോടിയോളം കടബാധ്യതയുള്ള ഒരു കുടുംബത്തിന് നിയോഗമുണ്ട്. നിയോഗത്തെ സാമ്പത്തികമായിട്ട് ഒത്തിരിയധികം കടബാധ്യതകളാൽ അസ്വസ്ഥപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം, സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, ഇവിടെ ഒത്തിരി നിയോഗങ്ങളുണ്ട്. അത് അച്ഛൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ, ഇപ്പോൾ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ മനസ്സിലോർത്തോ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവിൽ നമ്മൾ അഭിഷേകത്തോടെ ജീവിക്കുവാൻ, ഉണർവിൻ്റെ വരം ലഭിക്കുവാൻ, അഭിഷേകത്തിൽ നമ്മൾ മുന്നേറുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ദൈവമേ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ അഭിഷേകത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗങ്ങളെ സ്വീകരിക്കണമേ. ഉണർവിന്റെ വരം നൽകണമേ. അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഈ ഗാനത്തോട് ചേരാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്ലീഹന്മാരെ നയിച്ച അഭിഷേക നിറവ്, ഓരോ വിശുദ്ധരെയും കൈപിടിച്ച് നയിച്ച ആത്മാവിന്റെ ചൈതന്യമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ചേർന്ന് പാടിക്കേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ, ഉണർവിൻ വരം ലഭിപ്പാൻ നോക്കിക്കൊണ്ട് ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ഈശോയെ നോക്കുമ്പോൾ ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട്, യേശുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് ഞങ്ങളെ വരമേൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് തിന്മയുടെ മേഖലകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് വിടുതലും മോചനവും പ്രാപിക്കുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടുന്നു പ്രാർത്ഥിക്കുന്നു. അടുത്ത വരികൾ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിയിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ ഈ ശിക്ഷരാ നിന്ദാസരിന്മേ. ആശിഷമാരി അയക്കണമേ ഈ ശിക്ഷരാ നിന്ദാസരിന്മേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ
നിയോഗങ്ങൾ സമർപ്പിച്ച് ഉണർവിൻ വരെ ലഭിപ്പാൻ ഉണർവിൻ വരം ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഓർക്കുന്നു. ഞങ്ങൾ ഈശോയെ, ഈ അൾത്താരയിലേക്ക് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെ നിയോഗങ്ങളെ ചേർത്ത് വെക്കുന്നു. ആശീർവദിക്കണേ, അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ചെറുതുപാടി. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഒരിക്കൽ കൂടി. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളില് കരങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധനേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവികാരുണ്യശോയെ എല്ലാവരും ഒന്ന് നോക്കട്ടെ. കർത്താവേ, ഈ ദിനത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ശലോം കൂട്ടായ്മയിലൂടെ വിമല സങ്കേതം ഒത്തിരി പേരെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിൻ്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ. ഈശോയെ, ഒത്തിരി സഹോദരങ്ങൾ അനവധിയായ പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ, വേദനയുടെ ഒക്കെ കാരണങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാം അറിയുന്നവനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഒരു പുത്തൻ ഉണർവ് ലഭിക്കുവാൻ, ഒരു പുത്തൻ അഭിഷേകം ലഭിക്കുവാൻ കർത്താവേ, നീ കൂടെ ഉണ്ടാകണമേ. നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ യാചനകളെയും നമ്മുടെ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. ഇന്ന് പ്രത്യേകിച്ച് എല്ലാ വൈദികരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം വൈദികർക്ക് വേണ്ടി ജപമാലയുടെ ഒരു ദിവ്യരഹസ്യം നമ്മൾ സമർപ്പിച്ച് ഇന്നത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക. ആത്മാവിൻ്റെ നിറവിനാൽ നമ്മൾ മുന്നേറുവാൻ, ദൈവമക്കളാകുവാൻ ഈശോയെ നീ കൂടെ ഉണ്ടാകണമേ. നിന്റെ ദിവ്യകാരുണ്യ ആശീർവാദത്താൽ ഞങ്ങളെ ധന്യരാക്കണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥന നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. പൊന്നു തമ്പുരാനെ, നിന്റെ തൃപ്പാദത്തിങ്കൽ ചേർത്ത് വയ്ക്കുന്നു. ആശീർവദിക്കണേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി.
ജപമാലയിലെ ഒരു ദിവ്യരഹസ്യം വൈദികർക്കു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.